ശിവപ്രസാദ്, നേരത്തെ അഖില് ഈ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. സമരം നടത്തുന്നത് നിങ്ങൾ SFI ആണെങ്കിൽ SFI ആണെങ്കിൽ നടത്തിക്കോളൂ. പക്ഷെ എന്തിനാണ് ഈ അരാഷ്ട്രീയവാദികൾ കൊണ്ടുവരുന്നത്? അരാഷ്ട്രീയവാദികൾ ഇങ്ങനെ സമരം നടത്തുന്നത് ശരിയാണോ ശിവപ്രസാദേ? ഈ ചർച്ചയെ ഞാൻ വളരെ ഒരു കൺസ്ട്രക്റ്റീവും പോസിറ്റീവുമായ ചർച്ചയെ കാണുകയാണ്. ഇപ്പോൾ കൈരളിയുടെ ഒരു വേദി ഇത്തരം പോസിറ്റീവായ ഒരു ചർച്ച നടന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അഖിലിൻ്റെ ചർച്ച മൂന്നാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോൾ 3 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അഖിലിൻ്റെ വാദഗതിയിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഒന്ന്, പോലീസിൻ്റെ ഇന്നത്തെ അക്രമം അത്ര ശരിയായില്ല എന്ന് അഖിൽ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നീറ്റ് പരീക്ഷയിൽ ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് അഖിൽ സമ്മതിക്കുന്നുണ്ട്. മൂന്നാമത്തതാണ് പ്രധാനപ്പെട്ട നിരീക്ഷണം. കേരളത്തിലെ ജനങ്ങൾ കൈരളിയിൽ കൂടെ കാണേണ്ട പ്രധാനപ്പെട്ട കാരണം, തീവ്രവാദികളിൽ നിന്ന് സമരം ചെയ്തവർ അരാഷ്ട്രീയവാദികളിലേക്ക് ഗണം മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട വസ്തുതകൾ ഈ ചർച്ചയുടെ ഒരു ഔട്ട്കമായി നമുക്ക് കാണാം. അപ്പോൾ നീറ്റ് പരീക്ഷ അട്ടിമറിക്കപ്പെട്ടു, പോലീസ് അക്രമം ശരിയായില്ല, തീവ്രവാദികളിൽ നിന്ന് അരാഷ്ട്രീയവാദികളായി സമരം ചെയ്തവരുടെ ഭാവം മാറിയിട്ടുണ്ട്. ഞാൻ 2 പേരുകൾ പറയാം. അഖിലിന് അത്ര സുപരിചിതമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് സാർത്ഥക്, മറ്റൊന്ന് വേദാന്ത്. ഈ 2 പേരുകൾ നമ്മൾ കേട്ടത് ഈ നീറ്റ് പരീക്ഷ അട്ടിമറി രാജ്യത്ത് പുറത്തേക്ക് വന്ന ശേഷമാണ്. എന്താ ഈ 2 പേരുകളുടെ പ്രത്യേകത? ഇതിലൊരു വിദ്യാർത്ഥി രാജ്യത്ത് നീറ്റ് പരീക്ഷ പ്ലസ് ടു പരീക്ഷ റിസൾട്ട് വന്ന ശേഷം തൻ്റെ ഫിസിക്സിൻ്റെ മാർക്ക് താൻ പ്രതീക്ഷിച്ചതുപോലെ അല്ല വന്നത് എന്ന് കണ്ടെത്തി ആ പരീക്ഷാ പേപ്പർ വീണ്ടും കാണണമെന്ന് പരാതി കൊടുത്ത് ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ പേപ്പർ കൊടുക്കാതിരുന്ന് വലിയ മാധ്യമ റെവലേഷൻ ഉണ്ടായ ശേഷം ആ പരീക്ഷാ പേപ്പർ കിട്ടുമ്പോൾ തൻ്റേതല്ലാത്ത പരീക്ഷാ പേപ്പറാണ് തനിക്ക് കിട്ടിയത്, ആൻസർ പേപ്പറാണ് തനിക്ക് കിട്ടിയതെന്ന് സധൈര്യം ഇന്ത്യയോട് വിളിച്ചു പറഞ്ഞ് ഇതിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു, OSMൽ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്ന് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ ഒരു 12ാം ക്ലാസ്സുകാരൻ. മറ്റൊരു 12ാം ക്ലാസ്സുകാരൻ നീറ്റ് പരീക്ഷയ്ക്ക് ഓൺലൈൻ ടെൻഡറിലൂടെ സോഫ്റ്റ്വെയർ പാർട്ട്ണറെ കണ്ടെത്തുന്നതിൽ ആ പാർട്ട്ണറെ കണ്ടെത്തുന്നതിന് വേണ്ടുന്ന മാനദണ്ഡം മുൻനിശ്ചയിച്ചിൽ നിന്ന് മാറ്റി TCS പോലെ പരിചയസമ്പത്തുള്ള കമ്പനികളെ മാറ്റി കോംന്റ് പോലെ മുൻപ് കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുള്ള കമ്പനിയെ തെരഞ്ഞുപിടിച്ചു കൊടുത്തതിന് പിന്നിൽ അഴിമതി പാർലമെൻ്ററി സമിതിക്ക് മുന്നിൽ പോയി മൊഴി കൊടുത്തൊരു വിദ്യാർത്ഥിയാണ്. ഈ 2 വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ മക്കളാണ്, ഇന്ത്യയുടെ സന്തതികളാണ്. അവർക്ക് രാഷ്ട്രീയ പിൻബലമോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പോ ഇല്ല. ഇവരെ അരാഷ്ട്രീയവാദി എന്നതിൽ വിളിക്കോ? ഇതുപോലെ പ്രതികരിച്ച ഒട്ടനേകം വിദ്യാർത്ഥികളില്ലേ, അവരെല്ലാം അരാഷ്ട്രീയവാദി എന്ന് വിളിക്കോ? വിളിച്ചു കേട്ടോ. അഖിലിപ്പോൾ ഈ ചർച്ചയ്ക്കകത്ത് പറഞ്ഞ് ഞങ്ങൾ തീവ്രവാദി ഒന്നും ചാപ്പ കുത്തുന്നില്ല. ഈ 2 പ്ലസ് ടു വിദ്യാർത്ഥികൾ അവർക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായമായില്ലെന്ന് ആലോചിക്കണം കേട്ടോ. അഖിലേ, വോട്ട് ചെയ്യാനുള്ള പ്രായമാകാത്ത ഈ പ്ലസ് ടു വിദ്യാർത്ഥികളായ ഈ കുഞ്ഞുങ്ങളെ രാജ്യത്തെ സംഘപരിവാറിൻ്റെ നവമാധ്യമ ഹാൻഡിലുകൾ പറഞ്ഞത് ഇവർ പാകിസ്ഥാൻ ഏജൻറ്റുകളാണെന്നാണ്. ഒരു മാപ്പപേക്ഷ രാജ്യത്തെ BJP ഈ സൈബർ ഹാൻഡിലുകൾക്ക് വേണ്ടി രാജ്യത്തോട് പറഞ്ഞോ? പ്ലസ് ടു വിദ്യാർത്ഥികളാണ് വിളിച്ചത്. ഇതേ മാതൃകയിലല്ലേ CJP സമരത്തെ നിങ്ങൾ കളിയാക്കുന്നത്, അപഹസിക്കുന്നത്? അരാഷ്ട്രീയവാദമാണ് നിങ്ങൾ കുത്താൻ പോകുന്ന ചാപ്പയെങ്കിൽ ആരാണ് സാർ അരാഷ്ട്രീയവാദികൾ? രാജ്യത്തെ ജനാധിപത്യത്തെ വിഴുങ്ങുന്ന നിങ്ങളല്ലേ ഏറ്റവും വലിയ അരാഷ്ട്രീയവാദികൾ? രാജ്യത്ത് നിങ്ങൾക്കെതിരായ വരുന്ന വിമർശനങ്ങളെ മതത്തിൻ്റെ പേരിൽ വർഗീയതയുടെ പേരിൽ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളല്ലേ അരാഷ്ട്രീയവാദികൾ? രാഷ്ട്രീയ വിഷയങ്ങളിൽ ചർച്ചയില്ലാതെ രാഷ്ട്രീയ വിഷയങ്ങളോട് മുഖം തിരിക്കുന്ന ജനാധിപത്യ പ്രതികരണങ്ങളെ ചെവിക്കൊള്ളാത്ത നിങ്ങളല്ലേ അരാഷ്ട്രീയവാദികൾ? CJPക്കാരാണോ അരാഷ്ട്രീയവാദികൾ? അവരുടെ രൂപവും ഭാവവും ഒക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്തോ? അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നിങ്ങൾ സ്ക്രൂട്ടിനൈസ് ചെയ്തോ? ഞങ്ങൾ CJPയെ കാണുന്നത് ഞാൻ വ്യക്തമാക്കി. CJPയെ ഞങ്ങൾ കാണുന്നത് രാജ്യത്തുയർന്നു വരുന്ന അസംതൃപ്തിയുടെ പ്രതിഫലനമായിട്ടാണ്. അവർക്ക് രാഷ്ട്രീയ രൂപം ഉണ്ടായിരിക്കില്ല, അവർക്ക് നിങ്ങൾ പറയുന്ന സംഘടിതമായ രൂപം ഉണ്ടാവില്ല, അവർക്ക് സംഘടിതമായ സ്ട്രക്ചർ ഉണ്ടാവില്ല. പക്ഷേ അവർ സംഘടിതമായ സ്ട്രക്ചർ ഇല്ലാതെ വരുമ്പോഴും അവർ ഈ രാജ്യത്തിനകത്തെ വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ ഒരു പ്രതിഫലനത്തിന് ഒരു അംശമായി പ്രതിഫലിക്കുന്നുണ്ട്. മറ്റൊരംശം ഞങ്ങളിലുണ്ട്. ഞങ്ങൾ അഭിമാനത്തോടെ പറയുകയാണ്, രാജ്യത്തെ വിദ്യാർത്ഥികൾ, സർവകലാശാലയിൽ പഠിക്കുന്നവർ, ക്യാമ്പസിൽ പഠിക്കുന്നവർ, യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ പഠിക്കുന്നവർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നവർ ഈ വലിയ അസംതൃപ്തിയുടെ വലിയൊരു ഭാഗമായി പ്രതിഷേധത്തിനൊപ്പം ഞങ്ങളോടൊപ്പം അണിനിരക്കുന്നുണ്ട്. ഇവരെല്ലാം ചേരുന്നതാണ് സാർ ജനാധിപത്യ സമരം.